എന്തിനു വേണ്ടിയാണ് ഈ ക്രൂരത ഞങ്ങളോട് കാണിക്കുന്നത്? നിങ്ങളൊന്ന് സമാധാനം പറയുക. ഞാൻ പിടിച്ചു നിന്നു. നിങ്ങൾ ചിന്തിക്കണം, എനിക്കൊരു 12 വയസ്സുള്ള ഒരു മോനുണ്ട്. അവൻ സ്കൂളിൽ പോകുന്നതാണ്. നാളെ സമൂഹത്തിന്റെ മുന്നിൽ ഇറങ്ങി നിൽക്കേണ്ട ഒരു കുട്ടിയാണ്. അവന്റെ അച്ഛനും അമ്മയും ചെയ്ത തെറ്റെന്ത്? 10 പേർക്ക് ജോലി കൊടുത്തതോ? 10 പേർക്ക് വില കുറച്ച് ടോപ്പ് കൊടുത്തതാണോ? ഞങ്ങൾ ഇത് സമൂഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പലരും വന്ന് പലതും വിളിച്ചു പറയുമ്പോ കേട്ടു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ മനുഷ്യരാണ്. നിങ്ങൾ ഓരോരുത്തരും വന്ന് എന്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബിൽ വന്ന് നിങ്ങൾ ഓരോരുത്തരും തെറി മെസ്സേജുകൾ ഇടുന്നല്ലോ. ഈ ഒരൊറ്റ മെസ്സേജ് മതി ഞാൻ എന്തെങ്കിലും കാണിച്ചാൽ നിങ്ങൾ മൊത്തപ്പേരും അകത്ത് പോകാൻ. അത് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങളുടെ വിചാരം ഇവളെ ഒന്ന് തകർക്കാമെന്ന് ഒരിക്കലുമല്ല. നിങ്ങൾ തിരക്കണം. ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെടുക്കുന്ന എഫേർട്ട് എത്രയുണ്ടെന്ന് നിങ്ങൾ തിരക്കണം. ഒരു സ്ഥാപനത്തിൽ എത്രയോ സ്ഥാപനങ്ങളിൽ ജോലി സാലറി കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞ പബ്ലിക് വന്ന് പറഞ്ഞ് എത്രയോ ആൾക്കാർ വരെ ഞങ്ങൾക്കെതിരെ ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട്. ഇല്ലേ? അവർക്കറിയത്തില്ലേ ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ട്? ഞങ്ങൾ ഓരോരുത്തരോടും സോറി പറഞ്ഞ് വോയിസ് ക്ലിപ്പുകൾ ഇട്ടു. കാരണം ഞങ്ങൾ ആരുടെയും മുന്നിൽ അഹങ്കാരം കാണിച്ചിട്ടില്ല. ഞങ്ങൾക്കെതിരെ ഓരോ വീഡിയോ ചെയ്യുന്നവരോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആ കുട്ടികളുമായി വരൂ, ഞങ്ങൾ പരിഹരിച്ചു തരാം. പ്രശ്നം എന്താണ്, ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ പരിഹരിച്ചു തരാം. പലർക്കും ഞങ്ങൾ വോയിസ് കൊടുത്തു. കഴിഞ്ഞ ദിവസം ഞങ്ങള് കോട്ടയത്തുള്ള ഒരു വ്യക്തി, ഞാൻ ആരുടെയും പേര് പറയത്തില്ല, എനിക്കത് ഇഷ്ടമല്ല, ഞാൻ അങ്ങനെ ശീലിച്ചിട്ടില്ല. അവരെന്നെ തെറി വിളിച്ചാലും ഞാൻ അങ്ങനെ പറഞ്ഞ് ശീലിച്ചിട്ടില്ല. ആ വ്യക്തിയോട് പോലും എന്റെ ഹസ്ബൻഡ് കൊടുത്ത വോയിസ് ക്ലിപ്പുകൾ വളച്ചൊടിച്ച് പോയ സ്റ്റാഫുകൾക്ക് കൊടുത്തതാന്ന് വരെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഇതാക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ ആവശ്യം? ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾക്ക് എന്താ ആവശ്യം? എന്റെ പേരിൽ, അതായത് ഞാൻ ഇപ്പൊ എന്നെ സമൂഹം മാക്സിമം എന്നെ നിങ്ങൾ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ 33 വയസ്സായ ഈ ഒരു സ്ത്രീയുടെ പേരിൽ ഒരു പെറ്റി കേസ് നിങ്ങൾക്ക് എന്റെ നാട്ടിൽ, എന്റെ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമോ? നിങ്ങൾക്ക് ഞാനൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണെന്ന് നിങ്ങൾക്ക് തെളിയിച്ചു തരാമോ? ഞാനോ എന്റെ ഹസ്ബൻഡോ തെളിയിച്ചു തരാമോ? ഞങ്ങൾ ആരെങ്കിലും അടിപിടി കേസിലുണ്ടോ? ഞങ്ങൾ ഞങ്ങളുടെ നാട്ടുകാരെ അടിച്ചിട്ടുണ്ടോ? ചീത്ത വിളിച്ചിട്ടുണ്ടോ? വഴക്ക് കൂടാൻ പോയിട്ടുണ്ടോ? ഞങ്ങളൊരു ബിസിനസ് ചെയ്തു. ആ ബിസിനസ് ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തി. എത്രയോ പേര് വീഡിയോ ചെയ്യുമ്പോൾ ഇന്നും മറ്റ് സ്ഥാപനങ്ങളെ ഇൻസൾട്ട് ചെയ്ത് പറയുന്ന ആൾക്കാർ, ഞാൻ വരുന്നു, എന്റെ വീഡിയോ ചെയ്യുന്നു, പോകുന്നു. അതിനപ്പുറം ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പിന്നെ എന്റെ കൂടെ നിന്ന കുറച്ച് സ്റ്റാഫുകളെ ചേർത്ത് പിടിച്ചു. അതെനിക്ക് തെറ്റാണ് സംഭവിച്ചത്. ലോകം തന്നെ പറഞ്ഞു തെറ്റാണ്. സമ്മതിക്കുന്നു, ഞാൻ ചെയ്തത് തെറ്റാണ്. ഇന്ന് പട്ടിയെ പോലെ പോലും മൈൻഡ് ആക്കാതെ ഓണർമാര് പോകുമ്പോൾ ഇവരെ ഞാൻ ചേർത്ത് പിടിച്ചു. നിങ്ങൾ പറഞ്ഞു മാർക്കറ്റിങ്ങിനാണ് ഞാൻ ഇവരെ ഉപയോഗിച്ചത്. ശ്വാസം മുട്ടിക്കിടക്കുമ്പോഴും തുമ്മിക്കിടക്കുമ്പോഴും ഞാനാണ് എന്റെ യൂട്യൂബ്. വർഷങ്ങൾക്ക് മുമ്പ് അങ്ങോട്ട് ഒരു ആക്സിഡന്റ് പറ്റിയപ്പോൾ ഒരു കുട്ടിയെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചു. അന്ന് എന്റെ കൈ ആക്സിഡന്റ് പറ്റിയിരിക്കുകയാണ്. അതിനുശേഷം ഇന്ന് വരെ എന്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കുക. ഞാൻ എന്റെ ഇത്രയും പെൺപിള്ളേരുണ്ട്, സ്മാർട്ടായിട്ട് നിൽക്കുന്ന പെൺപിള്ളേരാണ്. ഒരാളെ വെച്ച് ഡ്രസ് വീഡിയോ ചെയ്യിപ്പിച്ച് എന്റെ യൂട്യൂബിൽ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എവിടെയാണ് ഞാൻ ഇവരെ ഉപയോഗിച്ച് മാർക്കറ്റിംഗ് ഉപയോഗിച്ചത്? ഇച്ചിരി ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഇടുന്നതോ? ഞങ്ങളുടെ ഓഫീസിലെ സന്തോഷം നിങ്ങളെ കാണിച്ചതോ? ഈ സാധനം ഈ 400 കൊടുക്കുമ്പോൾ എന്തിനാ ഞാൻ മറ്റൊരാളെ വെച്ച് മാർക്കറ്റിംഗ് ചെയ്യുന്നത്? സാധനം കിട്ടുന്നില്ലെന്നുള്ള പരാതിയുള്ളൂ. നിൽക്കുന്ന നിപ്പിൽ ഇത് വിറ്റ് പോകുന്ന ഈ ഒരു സാധനം ഞാൻ എന്തിനാ മറ്റൊരാളെ വെച്ച് മാർക്കറ്റിംഗ് ചെയ്യുന്നത്? ഞാനൊരു പെയ്ഡ് പ്രൊമോഷൻ ചെയ്തിട്ടില്ല. ഒരു സെലിബ്രിറ്റികളെ വെച്ച് എന്റെ ഡ്രസ്സ് കൊളാബ് ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് വന്ന് ഓരോ യൂട്യൂബർമാർ എന്റെ ഡ്രസ്സ് എടുക്കുന്നതല്ല. ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്ത് അവരോട് എനിക്ക് റിവ്യൂ ഇടണമെന്ന് പറഞ്ഞിട്ടില്ല. ക്യാഷ് കൊടുത്ത് കമന്റ് ഇടാൻ ആൾക്കാരെ വെച്ചിട്ടില്ല. കമന്റ് ഇടുന്നവർക്ക് ഗിഫ്റ്റ്, എന്നെ സുഖിപ്പിച്ച് കമന്റ് ഇട്ട ഗിഫ്റ്റ് തരാനും പറഞ്ഞുള്ള ഓഫറുകൾ വെച്ചിട്ടില്ല. എന്റെ സ്റ്റാഫുകളെ കൊണ്ട് എങ്ങും പോയി കൂലിക്ക് കമന്റ് ഇടാൻ നിർത്തിയിട്ടില്ല. ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? എന്റെ വീട്ടിൽ എന്റെ സ്ഥാപനം നടത്തി റേറ്റ് കുറച്ച് കൊടുത്ത് കുറച്ചു പേർക്ക് ജോലി കൊടുത്തതിന് എന്നെ ഈ വിളിക്കുന്ന തെറികൾക്ക് ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ പറ. എനിക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ചെയ്ത തെറ്റാണ്. ആരുടെ മുന്നിൽ ഞാൻ നിൽക്കാം? എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എന്ന് പറഞ്ഞു. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി. ഞാൻ പോയില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഞാൻ ഒളിച്ചോടി എന്ന് പറയാം. ഞാൻ അവിടെ ചെന്നു. അവിടെയും കൊണ്ടുവന്ന് കുറെ യൂട്യൂബർമാരെയും കൊണ്ട് എന്നെ ഇൻസൾട്ട് ചെയ്യിപ്പിക്കും. ഞാൻ അവിടെ എത്തി ആ പ്രശ്നം എന്താണെന്ന് പരിഹരിക്കാനാണ് ഞാൻ അവിടെ എത്തിയത്. അവിടെ ചെന്നപ്പോൾ 2-3 പേരുടെ മൊബൈൽ. ഇനി നിങ്ങൾ വിചാരിക്കുന്ന ഈ മൊബൈൽ എന്ന് പറയുന്നത് പേഴ്സണൽ മൊബൈലാണെന്ന്. പേഴ്സണൽ മൊബൈൽ അല്ല. എന്റെ ഒലീവിയയുടെ ജോലി എന്ന് പറയുന്നത് ഞാൻ പരസ്യമിടും. പരസ്യം ഇട്ട് കഴിഞ്ഞാൽ അതിൽ നമ്പർ കൊടുക്കും. ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ ജോബ് എന്ന മെസ്സേജ് അയക്കാൻ പറയും. അയക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊരു എന്റെ ജോലിയുടെ ഒരു ഫോർമാറ്റ് അവർക്ക് ചെല്ലും. അത് കണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ ശനിയാഴ്ച ഇന്റർവ്യൂവിന് വരാൻ പറയും. ശനിയാഴ്ച ഇന്റർവ്യൂവിന് വരുമ്പോൾ പേരൻസിനെ കൊണ്ടുവരണ്ട.
നിങ്ങൾ ട്രെയിനിങ്ങിന് വരുമ്പോഴും പേരൻസിനെ കൊണ്ടുവരണ്ട. എന്നിട്ട് 15 ദിവസം അവർക്ക് ട്രെയിനിങ് പീരീഡ് കൊടുക്കും. ഈ ട്രെയിനിങ് പീരീഡ് സമയത്ത് 1 രൂപയുടെ ജോലി ഒലീവിയയ്ക്ക് അവർ ചെയ്ത് തരുന്നില്ല. അവർ കണ്ട് പഠിക്കുകയാണ് അവരുടെ സീനിയേഴ്സിന്റെ കൂടെ. സീനിയേഴ്സിനെ അവർ ഹെൽപ്പ് ചെയ്യും. അത് ഞങ്ങൾക്കല്ല, സീനിയേഴ്സിന് വേണ്ടിയിട്ടാണ്. അവരെ ഓർഡർ എടുക്കുന്നത് എങ്ങനെയാണ്, പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ബില്ലടിക്കുന്നത് എങ്ങനെയാണ്, സ്ലിപ്പ് എഴുതുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ അവർക്ക് കണ്ട് മനസ്സിലാക്കാൻ 15 ദിവസം കൊടുക്കും. ഈ 15 ദിവസത്തെ അവർക്ക് ഈ ജോലി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർക്ക് നിർത്തി പോകാം. അതല്ല, ഈ ജോലി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ 15-ാം ദിവസം അവർ ഓക്കെ ആണെങ്കിൽ 16-ാം ദിവസമോ 17-ാം ദിവസമോ 18-ാം ദിവസമോ ആയിരിക്കും അവരുടെ വീട്ടിൽ നിന്ന് അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വരാൻ പറയും. വരുമ്പോ അവർക്ക് ഞങ്ങളുടെ ജോലിയെ കുറിച്ചിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ട്. അത് അവരെ കേൾപ്പിക്കും. അവരത് വായിച്ചു നോക്കിയിട്ട് അവർ ഓക്കെ ആണെന്ന് സൈൻ ചെയ്ത് തരുമ്പോഴാണ് ഈ കുട്ടിയെ ഞങ്ങൾ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഇവിടെ എന്താ ഒലീവിയ ചെയ്യുന്ന തെറ്റ്? എന്താ ഒലീവിയ ചെയ്യുന്ന തെറ്റ്? കറുത്തവരെ എടുക്കത്തില്ല, വെളുത്തവരെ എടുക്കത്തുള്ളൂ, പിന്നെ മുസ്ലിംസിനെ എടുക്കത്തില്ല, എന്തെല്ലാം രീതിയിൽ ഞങ്ങളെ ചൂഷണം ചെയ്യാൻ നോക്കി. ഒരു ഫിൽട്ടർ ഇട്ട് വീഡിയോ ചെയ്യുമ്പോൾ എന്റെ പൊന്ന് ചേച്ചിമാരെ, ചേട്ടന്മാരെ, ഏത് കറുത്തവനും വെളുത്തല്ലേ ആ ഫിൽട്ടറിൽ ഇരിക്കത്തുള്ളൂ? ഞാൻ പറയാൻ പറ്റുമോ ഇത്ര പേര് കറുത്തവരാണേ, ഇത്ര പേര് വെളുത്തവരാണേ എന്ന്? ഞാൻ നിങ്ങളെ വീഡിയോയുടെ മുന്നിൽ അവരെ വർണ്ണവിവേചനം നടത്താൻ പറ്റുമോ? ഞാൻ അവരെ ചേർത്ത് പിടിച്ചു, ഒരു ഫിൽട്ടർ ഇടുന്നു, ആ ഫിൽട്ടറിൽ എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നു. ഡ്രസ്സിന് ബുദ്ധിമുട്ടുള്ള കൊച്ചുങ്ങളുണ്ട്, അതിന് യൂണിഫോം ആക്കി എല്ലാവരും ഒരുപോലെ നിൽക്കാൻ. ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ അറിയാതിരിക്കാൻ ഒരേ ലെവലിൽ അവരെ നിർത്തി. മുസ്ലിംസിനെയാണ് എന്റെ കൂടുതൽ കസ്റ്റമേഴ്സ്. കഴിഞ്ഞ ഇതിലും ഞാൻ പറഞ്ഞു, എന്റെ കൂട്ടുകാർ, എന്റെ മാനുഫാക്ചേഴ്സ്, എന്റെ അഡ്വക്കേറ്റ്സ്, എന്റെ ഹസ്ബൻഡിന്റെ മാനേജർമാർ, ഇവരെല്ലാം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. അവരെ കൊണ്ട് ഞങ്ങളെ തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഇത് ഈ ഒരു കഴിഞ്ഞ 20 ദിവസങ്ങളായിട്ട് ഏതെല്ലാം രീതിയിലാണ് ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ പറ. അടൂർ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾക്കെതിരെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഭീമാകാരമായിട്ടുള്ള പരാതികൾ വന്നിട്ടുണ്ടോ? ലേബർ ഓഫീസിൽ കൊടുത്തു. ലേബർ ഓഫീസിൽ ഞങ്ങൾ ഞങ്ങളുടെ കാര്യം പറഞ്ഞു, അവരത് അഡ്മിറ്റ് ചെയ്തു. ഞങ്ങൾക്ക് 25-30 ദിവസം തന്നു. ഞങ്ങളുടെ ഭാഗത്ത് കമ്മീഷൻ ബേസിലുള്ളവരെ അവർക്ക് കാണിച്ചു, അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ കൊടുക്കണം, അത് തന്നു. ഇനി ഞങ്ങൾക്കൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അവര് വന്ന് ഞങ്ങളുടെ ഓഫീസ് ലോക്ക് ചെയ്യാൻ പറയത്തില്ലേ? ഈ 20 ദിവസം എടുക്കുമോ? എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ പറ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ ആരെയും ചീത്ത ഈ പറയുന്ന ഞങ്ങൾക്കെതിരെ ഈ വീഡിയോ ചെയ്ത ഓരോ വ്യക്തികളും ഫോട്ടോസ്, തംബ്നെയില്, പേരുകള്, ക്യാപ്ഷനുകള്, ഇതെല്ലാം ഉപയോഗിച്ചപ്പോ നിങ്ങൾക്കും ഇല്ലേ അമ്മ പെങ്ങന്മാർ? നിങ്ങൾക്കും ഇല്ലേ കുടുംബം? നിങ്ങളുടെ കുടുംബത്തിൽ കയറിയാണ് ഈ ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ നിങ്ങൾക്ക് വേദന ഉണ്ടാകുമോ? സമൂഹത്തിന് അനീതി കാണിച്ച് തുണി പൊക്കി കാണിച്ച് വീഡിയോ ചെയ്ത് നടന്ന ഒരുത്തി അല്ല ഞാൻ. മനസ്സിലാക്കുക നിങ്ങൾ, എന്റെ വേദന നിങ്ങൾ മനസ്സിലാക്കുക. കഴിഞ്ഞ 20 ദിവസമായിട്ട് ഇത്രയധികം ചീത്തവിളികളും ഇത്രയധികം അസഭ്യങ്ങളും പേഴ്സണൽ ആയിട്ടുള്ള ഹറാസിങ് കേട്ടപ്പോഴും ഇന്നലെ വരെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ധൈര്യത്തോടെ വന്നിന്ന് പറഞ്ഞു, ഞാൻ പോരാടും, ഏതറ്റം വരെ ഞാൻ പോരാടും എന്റെ പിള്ളേർക്ക് വേണ്ടി, കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി ജോലി കൊടുക്കാൻ. മനസ്സിലായോ? എനിക്ക് ഈ തുണി അടിച്ച് ചെയ്തു തരുന്ന മാനുഫാക്ചേഴ്സിനോട് നിങ്ങൾക്കൊരു കമന്റ് ഇട്ടാൽ മതി, നിങ്ങൾക്കൊരു ഇതിട്ടാൽ മതി. അവിടെ കൊണ്ട് അവിടെ അവസാനിച്ചു. നിങ്ങൾക്ക് ജോലിയെ കുറിച്ച് അറിഞ്ഞൂടാ, ബിസിനസിനെ കുറിച്ച് അറിഞ്ഞൂടാ, കഷ്ടപ്പാടിനെ കുറിച്ച് അറിഞ്ഞൂടാ, മറ്റുള്ളവരുടെ വേദനയെ കുറിച്ച് അറിഞ്ഞൂടാ, അതവിടെ കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ ഒരാളെങ്കിലും അത് തെളിയിക്ക്. ഈ പുറത്തിറങ്ങി എന്നെ അപഖ്യാതി പറയുന്ന ഈ സ്റ്റാഫുകൾ ഈ 15 ദിവസം ട്രെയിനിങ് കഴിഞ്ഞ് ഇതെല്ലാം ഓക്കെ ആയിട്ട് എന്റെ ജോലിയിൽ കയറിയിട്ട് 3 മാസം എന്റെ കൂടെ നിന്ന് ശമ്പളവും ഉപ്പും ചോറും തന്നിട്ട് ഈ പുറത്തിറങ്ങി അവരിപ്പോൾ എന്റെ വീടിന് ചുറ്റും വന്ന് ആക്രമണം നടത്താനുള്ള എന്ത് തെറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത്? എന്ത് തെറ്റ്? അവർക്ക് ലീഗലി പോയിക്കൂടെ? അവരുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ നിയമമില്ലേ അവരുടെ മുന്നിൽ? ഞാൻ നിയമത്തിൽ കൂടെ അല്ലേ പോകുന്നത്? അല്ലാതെ ഞാൻ ആരെങ്കിലും വന്ന് തെറി വിളിച്ചോ, എന്നെ തെറി വിളിക്കുന്നവർക്ക് ഗുണ്ടായിസം കാണിച്ചോ, അവരുടെ വീട്ടുമുറ്റത്ത് പോയി നിന്നോ ആണോ ഞാൻ എന്റെ ഇത് കാണിക്കുന്നത്? ആണോ? എന്റെ വീട്ടുമുറ്റത്ത് വരെ വന്ന് ഈ 2 ദിവസം ട്രെയിനിങ്ങിന് വന്ന് യാതൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ കൺമണി വരെയാണ് വന്ന് നിന്ന് എന്റെ സ്റ്റാഫുകളെ എന്നെ വെപ്പാട്ടിന്ന് വിളിച്ചിട്ട് പോയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. എന്ത് ദ്രോഹമാണ് ചെയ്തിരിക്കുന്ന? ഒരു കുടുംബം തകർക്കാൻ, എത്രയോ കുടുംബങ്ങൾ തകർക്കാൻ ഒരു കൂട്ടം പെൺകുട്ടികൾ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങളൊന്ന്